ഞാനൊരു പെൺകുട്ടിയാണ്. എന്റെ ശരീരത്തിൽ ഒരാൾ തൊടുന്നത് എനിക്കത് അൺകംഫർട്ടബിൾ ആണ്, എനിക്കത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അങ്ങനെ. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ലത് തന്നെ, നമ്മളാരും അതിനകത്ത് സദാചാരം ഒന്നും പറയുന്നൊന്നുമല്ല. പക്ഷെ എങ്കിലും ഒരു ബാരിയർ വെക്കണ്ടേ, ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യണ്ടേ? എന്തൊക്കെ. അപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് അത്യാവശ്യം എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനകത്ത് അഫ്സലിന്റെ ഭാഗത്തുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ജാസ്മിനുമായിട്ടുള്ള ഇഷ്യൂന്റെ പേരിൽ. അപ്പൊ എന്തായി കഴിഞ്ഞാലും അതിനകത്ത് അഫ്സൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആൾക്കാർക്ക് അംഗീകരിക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല. കാര്യം മെയിൻ ആയിട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നീ ഇത്രയും കണ്ടിട്ടും കേട്ടിട്ട് നിനക്ക് നാണമില്ലേ, നിനക്ക് ഉള്ള കുറെ അടക്കാൻ, നിനക്ക് അല്ലെങ്കിൽ ഉളുപ്പുണ്ടോ, ഇപ്പോഴും ഇങ്ങനെ വന്നിരുന്ന് അവളെ വർണ്ണിച്ച് വന്നിരുന്ന് നിനക്ക് സംസാരിക്കാൻ നിനക്ക് ഉളുപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെയുള്ള ചോദ്യമാണ് ഈ പറയുന്ന ഗബ്രിയെ മാത്രം എന്തുകൊണ്ട് കുറ്റപ്പെടുത്തുന്നത്. കാര്യം അഫ്സലിനെ ഇതെല്ലാം കണ്ടിട്ട് അവളെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റുന്നില്ലേ എന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം ആ ഒരു കേസിൽ അഫ്സല് പറയുന്നുണ്ട്, ഇതടക്കം ഇങ്ങനെ അടുത്ത് വന്നിരിക്കുന്നു, കൈ പിടിക്കുന്നു, ഇങ്ങനെ ഉമ്മ വയ്ക്കുന്നതൊന്നും അവൻ്റെതായിട്ടുള്ള മാത്രം കുറ്റമാണെന്നൊക്കെ. പക്ഷെ ഞാൻ ഈ ഒരു കേസിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ, അവളുടെ വായിൽ എന്താണ് അവൾക്ക് പറഞ്ഞൂടെ? ഒരാൾ വന്ന് കൈ പിടിച്ചിരുന്നാലും ഒരാൾ വന്ന് ഉമ്മ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വായും കൊണ്ട് പറയാം, എനിക്കിത് ചെയ്യരുത്, എനിക്കത് ഇഷ്ടമല്ലെന്ന് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ ഒരിക്കലും അത് ചെയ്യത്തില്ല. അതൊരു വലിയൊരു പോയിന്റാണ്. അത് എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ ആണത്. അത് സത്യമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഫ്രണ്ട്സ് ആകുമ്പം അതിനൊരു ബൗണ്ടറി ഉണ്ട്, കാര്യങ്ങളുണ്ട്, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പം ഇന്നലെ ഈ ഒരു വിഷയം ഈ ഒരു വോയിസ് ക്ലിപ്പ് വന്നതിന് ശേഷം അഫ്സൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. ഞാൻ ആ പോസ്റ്റിലുള്ള കാര്യം ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. അതിനകത്ത് അവൻ പറയുന്ന ഒരു കുറച്ച് പോർഷനാണ്, ഞാനിവിടെ സൈഡിൽ വയ്ക്കാം, ബാക്കി നിങ്ങൾ വായിക്കുക. അതിനകത്ത് അവൻ പറയുന്ന മെയിൻ ആയിട്ടൊരു കാര്യം, ഐ ക്ലിയർലി സെഡ് ഐ ഡോണ്ട് സപ്പോർട്ട് എ ഗെയിം പ്ലാൻ വിത്ത് ദാറ്റ് ഗൈ. What both are doing as game strategy or their mannerism is wrong. All close friends have boundary. And I can't agree that being in a serious relationship with me outside and showing such mannerism inside Big Boss, also allowing someone to do such acts is not acceptable. സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഒരു ഫ്രണ്ട്ഷിപ്പ് ആകുമ്പം അതിനൊരു എല്ലാ ക്ലോസ് ഫ്രണ്ട്സിനും ഒരു ബൗണ്ടറി ഉണ്ട്. അപ്പൊ ആ ഒരു ബൗണ്ടറി ആരും കടക്കില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു മാനറിസവും കാര്യങ്ങളും ഒരു സീരിയസ് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും വേറൊരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവൻ അതിനകത്ത് വ്യക്തമായിട്ട് അവൻ സംസാരിക്കുന്ന ഒരു കാര്യമാണത്. അവൻ ആ ഒരു പോസ്റ്റിലൂടെ അവൻ അത് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് അവൻ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഹാവ് നോട്ട് ഷോൺ മൈ ഫ്രസ്ട്രേഷൻ ഓർ ആങ്കർ ബിക്കോസ് ഓഫ് ദി റെസ്പെക്ട് ഐ ഹാവ് ഫോർ റിലേഷൻഷിപ്പ് ഡസൻറ്റ് മീൻ ഐ എം ഓക്കെ വിത്ത് വാട്ട് എവർ ഷീ ഡസ്. അതെ, കാര്യം അവന്റെ ഫ്രസ്ട്രേഷനോ ഈ പറയുന്ന ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും അവൻ ഓപ്പണായിട്ട് കാണിച്ചില്ല. എന്നും പറഞ്ഞ് എന്താണ് അവളെല്ലാം ചെയ്യുന്നത് ഭയങ്കര പുണ്യപ്രവൃത്തിയാന്നുള്ള രീതിയിൽ അവനെങ്ങും പറഞ്ഞിട്ടില്ല. ഈ ഒരു കേസിൽ അവൻ വ്യക്തമായിട്ട് പറഞ്ഞ അവൻ്റെ ഒരു ഫൈനൽ ക്ലാരിഫിക്കേഷൻ ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. അപ്പം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇന്നലെ കുറെ ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഹെലന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹെലൻ ഇന്നലെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അഫ്സൽ അതിനകത്ത് ഗബ്രീന്റെ മാനറിസത്തിനെ കുറിച്ചിട്ടും ഗബ്രി പോയിട്ട് ജാസ്മിനോട് ക്ലോസ് ആവുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. വാട്ട് ദ ഹെൽ? തീരെ ബുദ്ധിയില്ലെന്ന് എനിക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു പെൺകുട്ടിയാണ്. എന്റെ ശരീരത്തിൽ ഒരാൾ തൊടുന്നത് എനിക്കത് അൺകംഫർട്ടബിൾ ആണ്, എനിക്കത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അങ്ങനെ തൊടുന്നത് ഇഷ്ടമല്ലാത്തൊരു അങ്ങനെ ഒരു ഫീൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് എന്റെ മേത്ത് തൊടുന്നത് ഇഷ്ടമല്ല എന്ന്. അതല്ല, തൊടുന്നത് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കംഫർട്ടബിൾ ആണ്, എന്നെ നക്കിയാലും കടിച്ചാലും കംഫർട്ടബിൾ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയില്ല. പറയാത്തിടത്തോളം കാലം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അറിയൂല. പിന്നെ എങ്ങനെയാണ് അഫ്സൽ പറയുന്നത് ഗബ്രിയുടെ മാനറിസത്തിനെ കുറിച്ചുള്ള ഗബ്രിയുടെ ഭാഗത്താണ് തെറ്റ്? അല്ല, എന്തേ ജാസ്മിന്റെ വായിൽ എന്തേ അപ്പോ? അവക്ക് പറയാലോ എന്റെ മേത്ത് തൊടുന്ന ഇഷ്ടമല്ല, എന്നെ കടിക്കുന്ന ഇഷ്ടമല്ല, എന്നെ നക്കുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞൂടെ? അല്ലെങ്കിൽ ഞാൻ ബ്രാ ഇട്ടാലും ഇട്ടില്ലെങ്കിൽ ബ്രാ സ്ട്രാപ്പ് കണ്ടാലും പ്രശ്നമില്ലെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയണെന്താ? അപ്പം ജാസ്മിന് വായില്ലേ അഫ്സലെ? ഓക്കെ, അതിനകത്ത് ഹെലൻ പറയുന്ന ഒരു വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇവളുടെ വായിൽ എന്താണ് ഇവർക്ക് പറഞ്ഞുകൂടെ ഇങ്ങനെ തുടരരുത്, എടുക്കരുത്? അല്ലെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് വണ്ടടിച്ചിരിക്കുന്നത്. ബ്രായുടെ സ്ട്രാപ്പ് കണ്ടിട്ട് എന്തോ ഇട്ടാലും ഇട്ടില്ലെങ്കിലും എന്തോ ഇതാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇവരുടെ വീട്ടുകാരുടെ മാനസികാവസ്ഥ ഈ പെണ്ണിന് മനസ്സിലാവുന്നൊന്നും എനിക്കറിയത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, അതിനൊക്കെ ഒരു അന്തസ്സുണ്ട്. ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. ഇതിപ്പോ ഇങ്ങനെ കാണിക്കുന്നതിനകത്തും ഇങ്ങനെ പറയുന്നതിനകത്തും എങ്ങനെ ഒരു ചെറുക്കനെ യോജിക്കാൻ പറ്റും? ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. പിന്നെ അവൻ ആ ഒരു റെസ്പെക്ട്, റിലേഷൻഷിപ്പിന് ഒരു റെസ്പെക്ട് കൊടുത്തത് കൊണ്ടാണ് അവന്റെ ഒരു ഫ്രസ്ട്രേഷൻ വന്നിട്ട് അവൻ ഓപ്പൺ ആയിട്ട് അവൻ പറയാത്തത്. അവനല്ലാതെ ഇതിനെ നല്ല രീതിയിൽ അടുത്ത് ദേശിച്ചൊക്കെ സംസാരിക്കാം. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇനി അവൻ വന്നിനി ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെ നാളെ ഒരു കാലത്ത് അത് പേഴ്സണലി ഹേർട്ട് ആവും. അവന്റെ ഒരു റെസ്പെക്ട് അവൻ അത് കീപ്പ് ചെയ്തു. അവൻ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന്.
അപ്പൊ ഈ ഗബ്രിയെ മാത്രം നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. അത് അഫ്സലിന്റെ ആ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റും അത് തെറ്റായിട്ടാണ് വരുന്നത്. അത് ശരിയാണ്, അത് റോങ് ആണ്. കാര്യം ഇതിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. കാര്യം അവള് ഒന്നും മിണ്ടുന്നില്ല, പറയുന്നില്ല, അവൻ ചെയ്യുന്ന എന്തും ഒക്കെ. ഇവളാണ് എനിക്ക് തോന്നുന്നത്, എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ആദ്യമേ ഈ കടി സ്റ്റാർട്ട് ചെയ്തൊരു വിഷയം. അപ്പൊ ഈ കടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിനുശേഷമാണ് ഇവൻ അത് ഏറ്റുപിടിച്ചിട്ട് ഇവനും തിരിച്ച് കടിക്കാൻ തുടങ്ങിയത്. എന്തായി കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും കടി നല്ല രീതിയിൽ കൂടിയത് കൊണ്ടാണ് ഇപ്പൊ ഈ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആൾക്കാർ വന്ന് റിയാക്ട് ചെയ്യാനും ഇതിനെപ്പറ്റി സംസാരിക്കാനും ഇടയുണ്ടായത്. എനിവേ ഈ ഒരു വിഷയത്തെ ഇന്നലെ എന്തോ മടിയിലങ്ങാണ്ട് കിടത്തിയിട്ട് ജാസ്മിൻ ഈ ഗബ്രിയുടെ ചെവിയിലങ്ങാണ്ട് കടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് സമ്മറായിട്ടാണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കേട്ടോ നോക്കാം. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ലത് തന്നെ, നമ്മളാരും അതിനകത്ത് സദാചാരം ഒന്നും പറയുന്നൊന്നുമല്ല. പക്ഷേ എങ്കിലും ഒരു ബാരിയർ വെക്കണ്ടേ, ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും രണ്ട് വ്യത്യസ്തരായ ആളുകളാണ്. ഇതൊരു റിയാലിറ്റി ഷോ മാത്രമാണ്. അപ്പോൾ പുറത്തൊരു ലൈഫും അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരനും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു വിവേകവും വകതിരിവും ജാസ്മിൻ കാണിക്കേണ്ടതല്ലേ എന്നുള്ളതാണ്. ഗബ്രിയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്നോ അല്ലെങ്കിൽ ഈവൻ കോംബോ കളിക്കേണ്ടെന്നോ പോലും നമ്മൾ പറയുന്നില്ല. ഒക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ എപ്പോഴും പോയിട്ട് അടുത്തിരിക്കുക, കയ്യിൽ കടിക്കുക, തോളി കടിക്കുക, ചെവിയിൽ കടിക്കുക, എപ്പോഴും അതാവുമ്പോൾ പിന്നെ എപ്പോഴും പോയിട്ട് ഉമ്മ കൊടുക്കുക, ഹഗ് ചെയ്യുക. നമ്മളും ഒക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ പല തലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച മനുഷ്യർ തന്നെയാണ്. പക്ഷെ നമ്മുടെ ലൈഫിൽ ഒരു കമ്മിറ്റ്മെന്റ് വരുന്ന സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് ബൗണ്ടറീസ് ഉണ്ട്, അത് നമ്മൾ കീപ്പ് ചെയ്യാതെ വരും. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് കറക്റ്റ് ഒരു കാര്യമാണ്. ഇത് ബിഗ് ബോസ് കഴിഞ്ഞാൽ ഇവർക്ക് ജീവിതം ഉണ്ടെന്നുള്ളൊരു കാര്യം ബോധം വിവരമില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് കാര്യം ഒരു 50 ലക്ഷം മേടിച്ചുകൊണ്ട് വരിക അല്ലെങ്കിൽ കപ്പടിച്ചുകൊണ്ട് വരിക, ഇതാണ് അവരുടെയൊക്കെ ലൈഫിലെ ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ബിഗ് ബോസ് ആണ് ഏറ്റവും വലിയ ജീവിതം. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാര്യം ഈ ജാസ്മിനെ സംബന്ധിച്ച് പുറത്തൊരു ഫ്യൂച്ചർ ഉണ്ട്, കല്യാണം കഴിക്കണം, അല്ലെ വേറെ കുടുംബത്തോട്ട് ചെന്ന് കയറേണ്ട പെണ്ണാണ് എന്നൊരു സാമാന്യ വിവരം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇത് ഒരിക്കലും അതുകൊണ്ട് ഈ ഒരു കേസിൽ ഗബ്രിയെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് അവൻ ചെയ്യണത് മാത്രം തെറ്റാന്നുള്ള രീതിയിൽ നമുക്ക് അവനെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അവൻ പുറത്തിറങ്ങിയിട്ട് അവനെ നമ്മൾ 2 പിടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അർത്ഥം ഉണ്ടോ തോന്നുന്നില്ല. കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, അവൾ ഒഴിഞ്ഞു മാറി പോയിട്ട് അവളുടെ പുറകെ നടന്ന് അവൻ പോയി പിടിക്കുക, കൈ പിടിച്ച് കടിച്ചോണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിരിക്കും. അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ഇവൻ പുറകെ നടക്കുന്നെങ്കിലും ഓക്കെ. ഇത് പക്ഷെ നേരെ തിരിച്ചാണ്. അവളും അവന്റെ പുറകെ പോകുന്നുണ്ട്, അവളും അവൻ ഇരിക്കുന്നിടത്ത് ചെന്നിട്ടെല്ലുന്നു, കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു, ഇവിടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനകത്തൊക്കെ വളരെ മോശമായിട്ടുള്ള സംസാരം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കാര്യം അവൾക്ക് തന്നെ അറിയത്തില്ല. ഇപ്പൊ ഞാനൊരു ക്ലിപ്പിങ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഈ വാപ്പയുടെ കേസ്. ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അവിടെ വിളിച്ച് സംസാരിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മെഡിക്കൽ എമർജൻസി വെച്ചിട്ടാണ് വിളിച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ജാസ്മിന്റെ വായിന്ന് തന്നെ കേട്ടു, എന്റെ വാപ്പ എന്നെ വിളിച്ചിട്ട്, എന്റെ അത്ത എന്തോ അങ്ങനെ പറഞ്ഞു, എന്റെ അത്ത എന്നെ ഇവിടെ വിളിച്ചിട്ട് പൊരിച്ചിട്ട് പോലും ഞാൻ അനങ്ങിയിട്ടില്ലെന്നോ എന്തോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അതിൽ നിന്ന് തന്നെ ഏകദേശം ഊഹിക്കാം, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ ഊഹിക്കാം. കാര്യം അതിനകത്ത് ഒരിക്കലും നമുക്ക് വെളുപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ ചിന്തിക്കും, നീ ഒരു ഫ്രണ്ടായിട്ട് വന്നിട്ട് നീ അതിനെ വെളുപ്പിക്കുന്നില്ല, ഒരിക്കലും വെളുപ്പിക്കാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവളെ കൈ ഇരിപ്പും കൊണ്ട് തന്നെ ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. ഈ കാണിക്കുന്ന തോന്നിയാസം കണ്ടു കഴിഞ്ഞാൽ ഒരു വീട്ടുകാരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. നിലവിൽ റിലേഷൻഷിപ്പ് ആയിട്ടിരിക്കുന്ന ഒരുത്തനെ മറന്നിട്ട് ഇങ്ങനെയുള്ള ഒരു പരിപാടികൾ ചെയ്യുക, ഗെയിം ആണെന്ന് പറഞ്ഞ് കോംബോ ഉണ്ടായി, ഗെയിമോ കോംബോ എന്തോ ഉണ്ടായിക്കോട്ടെ. പക്ഷെ ഈ പോക്കൃത്തരം കാണിക്കുന്നതിനകത്തൊന്നും എനിക്ക് യോജിക്കാനും എടുക്കാനും പറ്റത്തൊന്നുമില്ല. ഇനിയിപ്പോൾ അവള് പുറത്തിറങ്ങിയിട്ട് അവളെ ലൈഫും ഈ പറയുന്ന അഫ്സലിന്റെ ലൈഫ് അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ട് എന്തെങ്കിലും ഒരു നല്ല ഡിസിഷൻ എടുക്കട്ടെ എന്ന് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് ആക്ച്വലി പറയാനുള്ളത്. സോ ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.